കോഴിക്കോട് കഴിഞ്ഞപ്പോൾ അതിന്റെ തൊട്ട് ചേർന്ന് ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കി. ഒരു അടുക്കളത്തോട്ടം എന്നുള്ള വിധത്തിൽ തുടങ്ങിയതാണ്, വീട്ടിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എന്നുള്ള നിലയ്ക്ക്. എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഇപ്പൊ ഞാൻ എപ്പോഴും ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് തീരാറാകുമ്പോഴേക്കും അടുത്തതിനെ ഞാൻ നട്ടു പാകമാക്കും. അപ്പൊ ഇന്നലെ ഞങ്ങൾ കുറെ വിളവെടുത്തു. അപ്പൊ ഇതിന്റെ ആനക്കൊമ്പം വെണ്ടയാണ്. പിന്നെ ഇതാണ്ട് ഇതൊക്കെ അറിയാലോ, നമ്മുടെ ബ്രിഞ്ചോൾ തന്നെ എനിക്കിവിടെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ, പല കളേഴ്സ് ഉണ്ട്. അപ്പൊ ഡോക്ടർക്ക് കാര്യം അറിയോ, ഇന്ത്യയിൽ എത്ര തരം വഴുതനങ്ങ ഉണ്ടെന്ന് അറിയോ? സത്യമായിട്ടും അതറിഞ്ഞൂടാ. ഓൾമോസ്റ്റ് 5600. ഓക്കെ, എനിക്കിവിടെ ഒരു 4 ഉള്ളൂ. ഇവർക്ക് ഇത് ഇപ്പൊ കഴിച്ചു ഇതുണ്ട. അടുത്ത സെക്ഷൻ ഇത് ഇവരിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവര് തീരുമ്പോഴേക്കും ഇവരാണ്. പിന്നെ ഇവിടെ നാടൻ ഇതുണ്ടോ, കൂർക്കയൊക്കെ നിറയെ നിൽക്കുകയാണ്. അതെല്ലാം കൂർക്ക, ചീര, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ പപ്പായ ഇതേതാണ്? ഇത് നാടൻ പപ്പായ. പിന്നെ എന്റെ പാല മറക്കാതിരിക്കാൻ ഞാൻ വേറൊരു സാധനം കൂടെ വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പാലായില് വീട്ടില് മുറ്റത്തിരിക്കുമ്പോള് ഈ കാപ്പി പൂക്കുന്ന സമയം അറിയാമോ? ജനുവരി. കാപ്പി പൂത്ത് കഴിയുമ്പോൾ ഭയങ്കര മണമാണ്. അത് നമ്മുടെ ഒരു നൊസ്റ്റാൾജിക് സംഭവം തന്നെയാണ് കേട്ടോ. ഒരു കാപ്പി ഞാൻ വെച്ചിട്ടുണ്ട്, അത് പൂക്കാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുകയാണ്. കൂടാതെ ഇത് നാരകാണ്, അത് ഓറഞ്ചാ. ഓറഞ്ചാണ്. അത് ഒരു പ്രാവശ്യം എന്തോ ഒരു അസുഖം വന്നു പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്നത്. പക്ഷെ ഞങ്ങക്ക് വേറെ ഓറഞ്ച് അപ്പുറത്തുണ്ട്, പലതരം ഉണ്ട്. നാടൻ വെണ്ടയുണ്ട്, ചുമന്ന വെണ്ടയുണ്ട്, ഇത് നമ്മുടെ ആനക്കൊമ്പൻ വെണ്ട. പിന്നെ മുളക്. ഒരു വീട്ടിലേക്ക് അത്യാവശ്യമുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും ഓർഗാനിക് ലൈഫാണ്. ഓർഗാനിക്കാ, പക്ക ഓർഗാനിക്കാ. അപ്പൊ ഈ പച്ചക്കറികൾക്ക് ഇടയിലൊക്കെ ഇതാ അബിയുണ്ട് അല്ലേ? അബിയു. ഇതെങ്ങനെ, എന്തിനാ അങ്ങനെ വെച്ചേ ഇതിനിടയില്? ആക്ച്വലി പുതിയൊരു ഫ്രൂട്ട് എന്ന് കണ്ടപ്പോ, നാടനായിട്ട് നമ്മൾ കണ്ടിട്ടില്ല, അപ്പൊ അതുകൊണ്ടൊന്ന് വാങ്ങിച്ചു വെച്ചാ. പക്ഷെ ഇപ്പൊ ഒരു 1.5 വർഷമായി ഇതുവരെ കായ്ച്ചില്ല. അപ്പം അതുകൊണ്ടൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കുവാണ് ഇതെങ്ങനെ ഉണ്ടാകും എന്നുള്ളത്. പിന്നെ എനിക്ക് സ്ഥലക്കുറവ് കൊണ്ട് ഞാൻ പല പരിപാടികളും ചെയ്യാറുണ്ട്. ഇതാ, എനിക്ക് ഇത്രയും സ്ഥലമല്ലേ ഉള്ളു, അപ്പം അവിടെ കുറച്ചുകൂടി ഉണ്ട്. ചീരയൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ വെക്കും. അപ്പൊ ഇങ്ങനെ കുത്തി കുത്തി വെച്ച് കഴിയുമ്പോ ഇഷ്ടംപോലെ ചീര ഉണ്ടാക്കാൻ പറ്റും. ഇതിനുള്ളിൽ ഇതെല്ലാം നമ്മള് തൂത്തുവാരുന്ന കരികലില്ലേ, അത് ഡെയിലി ഉള്ളത് ഇതിന്റെ മുകളിൽ കൊണ്ടുതരും. കമ്പോസ്റ്റ് ആകും. ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി മണ്ണിട്ട് കൊടുക്കും, കമ്പോസ്റ്റ് ആകും, വളവും കിട്ടും. എന്നിട്ട് ഇതിനിടയ്ക്കോട്ട് നമ്മൾ ചീര നട്ട് കൊടുക്കും. ഡോക്ടർ, ഇങ്ങനെ കരിയിലയില് വേണ്ടുന്നത് മറ്റേ കിഴങ്ങുകളാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആണെന്ന് കേട്ടോ. അത് നമ്മൾ ചാക്കി വേറെ വെച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ട്, എല്ലാ പരിപാടി. ഇത് ചീര, ഇത് സ്ഥലക്കുറവ് കൊണ്ട് ഇങ്ങനെ ഇതിനിടയ്ക്കോട്ട് വെച്ചതാ. അപ്പൊ ഇതിനകത്തൊരു പൈപ്പ് വെച്ചിരിക്കുക. അപ്പൊ ഇതിലേക്ക് നമ്മൾ വളങ്ങൾ, ആ സ്ലറിയാണ് മെയിൻലി ഒഴിച്ചു കൊടുക്കും. പിന്നെ ഇതിന്റെ ബ്രിഞ്ചോളിന്റെ ഇത് നമ്മൾ ഈ സാമ്പാറിനകത്തൊക്കെ ഇടുന്ന സാധനം, ഇത് കുറെ ഇന്നലെയൊക്കെ ആയിട്ട് പറിച്ചു. ഇത് നമ്മുടെ മുന്തിരി കേട്ടോ. ഇത് മുന്തിരി കായ്ച്ചിരുന്നു. ഇത് ഇവിടെ ഉണ്ട്. പഴുത്തൊക്കെ ഞങ്ങൾ ഓരോ ദിവസമായിട്ട് പറിച്ചു. ഇത് കണ്ടോ, ഇതിന്റെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ സീസൺ ഇപ്പൊ കഴിയാറായി. ചീര അവിടെ ഉണ്ട് കേട്ടോ. ഇന്നലെ ഇവിടുന്നും അവിടുന്നും കൂടെ എടുത്തത് തെങ്ങ്, നമുക്ക് കയ്യെത്തി ഇങ്ങനെ പറിക്കാൻ വേണ്ടിട്ട്. ഇത് ഗംഗാബോണ്ട്. എക്സാക്ട്ലി. ഇത് നമ്മുടെ കോവല്. ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഡെയിലി പറിക്കും. എന്താണോ ആവശ്യം അനുസരിച്ച് നമ്മള് പറിച്ചെടുക്കും. ഇത് നമ്മുടെ കാന്താരി കേട്ടോ, നിറയെ കായ്ക്കുന്നത്. ഇന്നലെ ഇവിടെ നിന്നാണ് ചീരയെല്ലാം എടുത്തത്. കാരണം ഇവിടെ ഇപ്പൊ രണ്ടാമത് ചെയ്യാനുള്ള സമയമായി. അപ്പൊ ഇത് ഉള്ളതിനെ മാക്സിമം നമ്മൾ യൂസ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതെല്ലാം കോളിഫ്ലവർ ആയിരുന്നു, നിറയെ കാ കിട്ടി. ഇപ്പൊ അതിന്റെ എല്ലാ സീസൺ കഴിഞ്ഞു. അപ്പൊ ഇത് നമ്മൾ തൈക്ക് വേണ്ടി നിർത്തി. ഇതെല്ലാം വിത്ത. ഇതെല്ലാം ഈ തൈകൾ നമ്മള് കുറെ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് തന്നെയാണ് നമ്മൾ അടുത്ത സീസണിലേക്ക് റിപ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതുണ്ട്, ഇത് നിറയെ, ഇത് ഓറഞ്ചാണ്, ചൈനീസ് ഓറഞ്ചാ. ഇത് നിറച്ച് കായ, ഓരോ തണ്ടിലും കാകള. ഇതുണ്ടോ, ഇത് ഫുൾ കാകള നിൽക്കുക. ഇത് ശരിക്കും പറഞ്ഞാല് ഓറഞ്ച് ആയിട്ട് കഴിക്കുന്നതിലും നല്ലത് ഒരെണ്ണം വേണോ? ഇതേ, ഇത് ജ്യൂസ് കുടിക്കാനാണ് നല്ലത്. നമ്മള് നാരങ്ങ പിഴിയുന്ന പോലെ തന്നെ പിഴിഞ്ഞ് ജ്യൂസ് ആക്കിയ സൂപ്പർ സംഭവം. ഇത് ആക്ച്വലി അല്ലല്ല, ഇതെന്തോന്നാ ഈ ഡയബറ്റീസുകാർക്ക് കൊള്ളാമെന്നും പറഞ്ഞ് വെച്ചതാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോ ഒരു ഭംഗി, അപ്പോൾ ഞാനിങ്ങനെ ഇത് എന്തിനു വേണ്ടിയാ?
ഒറ്റമൂലിയാണ്. ഈവൻ എനിക്കറിയില്ല, നമ്മൾ ഈ ഒറ്റമൂലികളെ പറ്റിയിട്ട് നമുക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല. കാരണം അത് ഓരോരുത്തർക്കും ഓരോ വിധത്തിലാണ് പറയാ. നമ്മളത് സ്വാഭാവികമായിട്ടും, പ്രത്യേകിച്ച് ഒരു ഡോക്ടറോട് ഞാൻ പറയുമ്പോൾ ഇതിനൊക്കെ പറ്റുമെന്നുള്ള മരുന്നാണെന്ന് ഞാൻ പറയാൻ പാടില്ല. കാരണം എന്നാ എനിക്ക് വിവരമില്ല, രണ്ട് നിങ്ങൾക്ക് ഇതിനെ പറ്റി ധാരണയുണ്ട്. പക്ഷെ ഇത് പറയുന്നത് ഒറ്റമൂലിയാണ്, മൈഗ്രെയിൻ അടക്കം പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ ഇത് മുഴുവൻ മല്ലിയിലാട്ടോ, കംപ്ലീറ്റ് മല്ലി, നമ്മുടെ സിംഗപ്പൂർ മല്ലി എന്ന് പറയുന്ന സാധനം. ഇത് വെള്ളരി, വെള്ള ബ്രിഞ്ചോള. സീസൺ കഴിഞ്ഞത് ഇതിനകത്ത് കുറെ നിപ്പുണ്ട്. ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് ഇത് അങ്ങനെ കായ്ക്കുന്നില്ലായിരുന്നു. അപ്പൊ വെട്ടിക്കളയാന്ന് പറഞ്ഞപ്പോ നമ്മൾ പിന്നെ വിചാരിച്ചു വെട്ടണ്ട, ഇതുണ്ടാ ഇതിൽ കുഴി ഒരു സാലഡ് കുക്കുംബറിനെ കയറ്റി വിട്ടിരിക്കും. ഇതെല്ലാം സാലഡ് കുക്കുംബർ. ഇതൊക്കെ നല്ല മൂത്ത് നിൽക്കുന്നത്. ഇത് നമ്മളെന്താ വെച്ചാല് ഡെയിലി വൈകുന്നേരം ചപ്പാത്തിയുടെ കൂടെ സാലഡ് ഉണ്ട്. അപ്പൊ അന്നത്തേത് അന്നൊന്ന് എടുക്കാണ് പണി. ഇവിടെയുണ്ട്. ഇതൊക്കെ എടുക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ ഇങ്ങനെ തന്നെ കഴിക്കാം. നമ്മള് ചിലപ്പോ ഇല്ലേ, നമുക്ക് ഒത്തിരി ഇതായി കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് നമ്മുടെ തന്നെ വിത്തുകൾ നമ്മൾ സൂക്ഷിച്ചിടുന്നതാണ്. ഇതെല്ലാം ചാക്കിലാ വെച്ചിരിക്കുന്നത്. കാരണം ഇവിടുത്തെ മണ്ണ് അത്ര നല്ലതല്ല. ഈ pH നല്ല ലെവൽ അല്ലെങ്കിൽ ഇതെല്ലാം ചീത്ത. നമ്മുടെ ഇവിടുത്തെ മണ്ണ് തന്നെ എങ്ങും എടുക്കണില്ല, ഈ മണ്ണ് തന്നെ യൂസ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും കൃഷിഭവന്റെ ആൾക്കാരൊക്കെ ഒരു ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്രാവശ്യത്തെ അല്ല, ഇതിന് ജസ്റ്റ് ഒരു 2 പ്രാവശ്യം മുമ്പത്തെ എല്ലാ വിത്തുകളും എനിക്ക് കൃഷിഭവനിൽ തന്നു, ഇൻക്ലൂഡിങ് ഇതിന്റെ പോരും. പിന്നെ നമ്മള് അടുത്ത പ്രാവശ്യത്തേക്ക് നമ്മൾ വിത്തെടുത്ത് സൂക്ഷിച്ചു വെക്കും. പിന്നെ ഈ എന്റെ ഏരിയയില് ആക്ച്വലി ഇവിടെ കുറച്ച് വേറൊരു ചെടികളൊക്കെ ആയിരുന്നു നട്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ മുളക് കൃഷി ചെയ്തു. അന്ന് മുളക് ഉണ്ടായി നല്ല രീതിയിൽ അങ്ങ് വന്നു. പക്ഷെ ഒരു വൺ ഫൈൻ മോർണിംഗ്, തലേ ദിവസം നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന സാധനം നെക്സ്റ്റ് ടൈം നോക്കുമ്പോൾ കാണത്തില്ല, കേടായി വാടി നിൽക്കും. അങ്ങനെ ഏരിയ മുഴുവൻ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോഴാണ് കൃഷി ഓഫീസർ വന്നു. പുള്ളിക്കാരിയാണ് പിന്നെ എന്ത് ചെയ്യണം, pH കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് അങ്ങനെ നമ്മൾ ഈ ഏരിയ മുഴുവൻ ട്രീറ്റ് ചെയ്തു. പുള്ളിക്കാരുടെ ഹെൽപ്പോട് കൂടിയാണ്. ഇപ്പൊ ഒരു കുഴപ്പമില്ല. കൃഷിഭവൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആൾക്കാർക്ക് അറിയില്ല. പക്ഷെ അതാണ് പ്രത്യേകിച്ചും ഒരു അർബൻ ഫാമിംഗ് എല്ലാ വീടുകളിലും വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ചെയ്യാം, എല്ലാവർക്കും അപ്രോച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ കൃഷിഭവനെ അല്ലേ. അവര് ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് വളം. എന്ത് വളം എനിക്ക് കിട്ടുന്നതെന്ന് അറിയാമോ ഇവിടെ? പക്ഷെ എനിക്കിവിടെ കോഴിയുടെ ഇതുള്ളത് കൊണ്ട് ഞാൻ അത്ര യൂസ് ചെയ്യുന്നില്ല. അതിൽ ഒത്തിരി വളങ്ങളും ഉണ്ട് അവർ തരുന്നത്. ഇതൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ കോളിഫ്ലവർ ഇപ്പൊ വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഇനി അടുത്ത സീസൺ ആകുമ്പോഴേക്ക് ഇതെല്ലാം വലുതായി വരും. ഒരു ടൈം ഡ്യൂറേഷൻ 3 മാസം മാക്സിമം അല്ലേ? അത് കഴിഞ്ഞാൽ ഇത് പോകും. ഇത് നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു സാധനമാണെന്നല്ല, ആനവയൽ അമ്പഴങ്ങ. ഇത് നമ്മള് അച്ചാറിനാണ് മെയിൻലി ഉപയോഗിക്കുന്നത്. നമ്മുടെ മാങ്ങ അച്ചാർ പോലെ തന്നെ ഇരിക്കും, ഭയങ്കര നല്ല. ഇത് പാളയംകുടനുണ്ട്, പിന്നെ രസത്തള്ളിയുണ്ട്. വേറൊരു വാഴ കാണിച്ചു തരാം, മധുരക്കിഴങ്ങ്. ഇത് 2 വെറൈറ്റി ഉണ്ട്, ഇതുണ്ട് അതുണ്ട്. രണ്ടാണ്. ഞാൻ നിറയുണ്ടാവും. നിലത്ത് വിട്ടത് മാറ്റാൻ വേണ്ടി, കാരണം ഇതിനടി പാമ്പ് കയറി കിടന്ന അറിയില്ല. ഇത് നമ്മുടെ ചക്ക, നമ്മുടെ വിയറ്റ്നാം വേളി നല്ലതായിട്ട് കായ്ക്കും. നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം. എല്ലാത്തിനും പ്രൂണിങ് ആണ് ഇമ്പോർട്ടന്റ്. അതെ, അതുണ്ട് ടിഷ്യൂ കൾച്ചർ വാഴ, ആ കൊല കണ്ടോ. പിന്നെ ഇതൊന്നുമല്ല, നമുക്ക് കപ്പയുണ്ട് കേട്ടോ. ഈ വാഴക്കൊല ഞങ്ങൾ ശരിക്കും എന്താ വെച്ചാല് നമ്മള് മൂത്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ അറുത്ത് കൊണ്ടുപോകും തോരനൊക്കെ വെക്കാൻ. ഇത് മുറിക്കൂല. അപ്പൊ അറുത്തറുത്ത് താഴെ വരുമ്പോഴേക്കും ഇത് പഴുത്തിരിക്കും. ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു കൊല വെട്ടിയാൽ തോരൻ തൊട്ട് തുടങ്ങും. തോരൻ, മെഴുക്ക് പുരട്ടി, അങ്ങനെ അങ്ങനെ തുടങ്ങി ലാസ്റ്റ് ആകുമ്പോഴേക്കും അത് പഴുത്തു. ഈ മാവ് നിറച്ച് മാങ്ങിയ കോട്ടിക്കോണമാണ്. ഈ മഴ വന്ന് കാറ്റും മഴയും വരുമ്പോ രാവിലെ ഞങ്ങൾ ഇത് വന്ന് പെറുക്കും. കുറെ കഴിഞ്ഞ ദിവസം പറിച്ചു, അതിനുശേഷം ബാക്കിയുള്ളതാണ് ഈ നിൽക്കുന്നതെല്ലാം. ഇത് പരമാവധി ചട്ടികളിലും ഇതുമായിട്ട് വെക്കുകയാണെങ്കിൽ കൂടുതൽ വെക്കാം. പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം മെയിൻ റീസൺ, ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ ശരിക്കും ട്രാവൽ ചെയ്യുന്നവരാ. അപ്പം 2-3 ദിവസത്തേക്കൊക്കെ നമ്മൾ മാറി നിൽക്കുമ്പം ഈ ചട്ടിയിൽ വെച്ചാലുള്ള പ്രശ്നം, വെള്ളമില്ലെങ്കിൽ പെട്ടെന്ന് വാടിപ്പോകും. പക്ഷെ നിലത്താണെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല. സോയിലിൽ നിന്നുള്ള വെള്ളമെല്ലാം അബ്സോർവ് ചെയ്ത്
അത് ഒരുവിധം ഒന്ന് പിടിച്ചു വരും. അതുകൊണ്ടാണ് അവിടെയൊക്കെ പച്ചക്കറികളെല്ലാം നിലത്ത് തന്നെ വെക്കുന്നത്, മണ്ണിൽ തന്നെ വെക്കാൻ മണ്ണിൽ തന്നെ വെക്കുന്നത്. പിന്നെ ചെടികളൊക്കെ തന്നെ നമ്മളിങ്ങനെ ചട്ടിയിലൊക്കെ വെക്കും. അത് നമുക്കിവിടെ ചേച്ചിയും ആരെങ്കിലും ഒക്കെ ആയിട്ട് വെള്ളം ഒഴിക്കും. അപ്പം ശരിക്കും അപ്പൊ ഇവിടെ ഇല്ലാത്തൊന്നുമില്ല, ഇല്ലാത്തത് ഇനി ഒരുവിധമൊക്കെ പരീക്ഷയുണ്ട്. ഒരുവിധമല്ല, ഇനി ഒരു സാധനം പരീക്ഷിക്കണം എന്ന് ആഗ്രഹമുണ്ട്. സ്ഥല പരിമിതികൾ കൊണ്ട് ഈ അക്വാപോണിക് എന്ന് പറയുന്ന അതൊന്ന് നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇച്ചിരി കഴിഞ്ഞിട്ട് അക്വാപോണിക്സ് ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ സാധനമാണ്. ഒരുപാട് പേര് അഗെയിൻ കൃഷിക്കാർ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ മ്യൂസിയത്ത് പുറയിൽ ഒരെണ്ണം ഉണ്ടെന്ന് അറിയാമോ, നിശാഗതിയുടെ പുറയിൽ, അവിടെ അതിന്റെ ഡെമോയൊക്കെ വെച്ചിട്ടുണ്ട്.